ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, ചിക്കൻ ടസ്ക്കാൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിറങ്ങുന്നത് ചിക്കൻ്റെ ചെസ്റ്റാണ് എടുത്തിറങ്ങുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടുകൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മുളക് പൊടിയും അല്ല ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്ക് അതിലാദ്യം ഒന്ന് മിക്സാക്കി നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരം നമുക്കത് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി കുരുമുളക് പൊടി നമ്മൾ ഇട്ടു. ഇനി അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ഇടാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ടുണ്ടാക്കി ഇനി നമുക്കത് കൈ കൊണ്ട് അതൊന്ന് വിരലുകൾ കൊണ്ട് അതൊന്ന് മിക്സാക്കി ഒന്ന് തേമ്പി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് ഉപ്പും കൂടി മിക്സാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് ഫോർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് പദം വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം അത് കുത്തിയിട്ട് ഒരു 10 മിനിറ്റ് അത് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതേനെ നമ്മുടെ കുരുമുളക് ഉപ്പിട്ട് സംഭവം നന്നായി സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇത് നമുക്കിത് ഇനി വേവിച്ചെടുക്കാം. ഉപ്പും കുരുമുളക് ഇട്ട് സോക്കായി വെച്ചത് സമയമായിട്ട് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പം വെച്ച് ചൂടായിപ്പോൾ അതിൽ കുറച്ച് ബട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഇട്ടിട്ടുണ്ട് നമ്മളത് വേവിക്കുന്നത്. അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ നമ്മുടെ ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആവട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിടാം കേട്ടോ. നന്നായിട്ട് ബട്ടർ ചൂടായപ്പോൾ അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൗണ്ടായി അത് ഇതായപ്പോൾ ഇനി മറ്റേ ഭാഗം കൂടി ആകുമ്പോൾ നന്നായി സ്പോഞ്ച് പോലെ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മറച്ചിട്ടപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വന്നു വേണ്ട, ഈ ഭാഗം വേണ്ട. ഇനി മറ്റേ ഭാഗം ഇതുപോലെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെന്ത് വരുന്നതിനനുസരിച്ച് ബട്ടറിൻ്റെ സൗണ്ട് നമുക്ക് കൂടുകയെന്ന് വെച്ചാൽ ബട്ടർ ചിക്കനിൽ കയറി പിടിക്കുന്നു കേട്ടോ. സൂപ്പർ സാധനം. ഇനി ഞാൻ മറ്റുള്ള പീസുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കി നമുക്കിത് എല്ലാം ഫ്രഷായിട്ട് വറുത്ത് കിട്ടും കേട്ടോ. നമുക്കത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കാം. ഈ 2-3-4 കഷ്ണം കൂടി ഞങ്ങൾക്ക് വറുക്കാനുണ്ട്. അതങ്ങനെ ആക്കട്ടെ കേട്ടോ. അടുത്ത സ്റ്റെപ്പും കൂടി ഞങ്ങൾ ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ. സൂപ്പറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിനൊരു സോസ് പോലെ ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും നമ്മൾ ചിക്കൻ വറുത്ത ഈ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് സോസ് ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, സബോള, ഇത് തക്കാളിക്ക് ഇനി വരുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് പാലും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കൂട്ടുകൾ ഇനി വേണ്ടിയിരുന്നു. അപ്പോൾ അതിലേക്കിത് ബട്ടർ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള സബോള വഴറ്റാനുള്ളത് ഇട്ട് കൊടുക്കുക. ഈ സബോള എല്ലതും വേണ്ട, കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെടുത്ത സബോള ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പകുതി ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് വഴറ്റിയിടുക. ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇഞ്ചി സവാളയും കൂടി വഴറ്റാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് നമുക്കത്. അപ്പോൾ നമ്മുടെ സവാള സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി കുറച്ച് ഇട്ട് കൊടുക്കും. 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. അധികം മൊരിച്ച് വരണ്ട, വാടി കിട്ടണ ഒരു ഇത്. ബട്ടറിൽ വാടിയിട്ട് വരുന്ന ടേസ്റ്റ് വേറെ. ഈ തക്കാളി ഇടും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് 4 സവാള 2 തക്കാളി ചെയ്യാം. അപ്പം നമ്മൾ പകുതി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പകുതി തക്കാളി 1 തക്കാളിയും പിന്നെ സവാള 2 അങ്ങനെ നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ അളവ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് കുത്തി പൊടിച്ച മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുത്തിപ്പൊടി മുളക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം എരിവാവണ്ട. കുരുമുളക് ഇട്ടിട്ടുണ്ട്,
കുത്തിപ്പൊടി മുളകിന് നല്ല എരിവുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളത് ഇട്ടൊന്ന് പൊരിയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുളക് പൊരിച്ച് വന്നപ്പോൾ നമ്മൾ മൈദ ഒരു സ്പൂണ് മൈദ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സാധനം അതിൽ ഇട്ട് കൊടുക്കാനാണ് പോണത്. നമ്മൾ മൈദ അതിലിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. നമ്മൾ മൈദ ഇട്ടിട്ട് നന്നായി ഡ്രൈ ആയി വന്നതിന് ശേഷം മൈദ പൊടി അങ്ങനെ ഇടുകയും ചെയ്യും കേട്ടോ. മൈദ കലക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ പാല് കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ ചൂടായ പാല് നമുക്ക് അതിൽ ഇട്ടിട്ട് നന്നായി കുറുക്കിയിടുക കേട്ടോ. അത് നമ്മൾ പാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളതിലേക്ക് ഒരു 100 ml പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 അല്ലെങ്കിൽ 4 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. 2 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വേണ്ടു. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അത് നല്ല കുറുകി വന്നതിലേക്ക് നമ്മളുടെ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ പീസുകൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മിക്സ് ആക്കി ഇടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത് നമ്മൾ മറച്ചിട്ട് അതൊന്നും കൂടി മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാർസലി ലീവ്സ് കണ്ടോ, പാർസലിയുടെ ഇല ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ അയ്മോദകല്ലേ അതിൻ്റെ ഇല മലയാളത്തിൽ പറയുന്നത്. അയ്മോദകത്തിൻ്റെ ഇല നമുക്കിതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കാം. നല്ലൊരു മണം തന്നെയാണ് സംഭവം. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് 4 കഷ്ണം ബ്രെഡ് നമുക്ക് ചൂടാക്കാം കേട്ടോ. ബട്ടറുള്ള ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ബട്ടർ ഞങ്ങൾ പറ്റിയിട്ടില്ല. അത് ചൂടാക്കിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കി വേണ്ടിട്ട് ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തന്നുള്ളൂ. അതേ നമ്മുടെ ഫുഡ് സെറ്റായി നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ അതൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാധനം നന്നായിട്ടുണ്ട്. ഉണ്ടാക്കിയതൊക്കെ സൂപ്പറായിട്ടുണ്ട്. കൂടി ഗ്രേവി ഉണ്ടാവണം മാത്രമേ. അത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ സെറ്റാവും. ഓക്കെ, ഞങ്ങൾ ആദ്യമായി ഉണ്ടാക്കിയത് സൂപ്പർ.